പിള്ളേരെ വാ പിള്ളേരെ വീഡിയോസ് എല്ലാം വളരെ വളരെ സൂപ്പറാണ്. ലോസം വീഡിയോസ് ആണ്. വലിയ കുശുദ്ധിക്കാണ് എല്ലാം പ്ലാൻഡാ കുഴപ്പമില്ല. ശാന്തനാണ് കേട്ടല്ല റെക്കോർഡ് ചെയ്താണ്. സത്യം പറഞ്ഞാൽ എന്റെ ചങ്ക് ആക്ച്വലി ഇത് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ മിസ് ചെയ്യും. ആക്ച്വലി എനിക്കറിയാം സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടെ പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ അങ്ങ് പോകും. പക്ഷെ എനിക്ക് ഇവനൊരു പ്രതീക്ഷ ഉണ്ട് നമ്മളെ വിട്ടു പോകുന്നില്ല. ഇതും റീസെന്റ് കല്യാണം കഴിച്ച് നമ്മുടെ ഒരു ബ്രോ ആണ്. അവനും പോയി നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ഒത്തിരി പഠിച്ചു, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം. അവനും അഭിനയിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട്. അച്ഛനും അച്ഛനായി ഞാനും അച്ഛനായി. എന്നോട് ആയിരുന്നു. ഞാൻ ഒരുപാട് കല്യാണം എടുത്തോണ്ട് നല്ല ഫുൾ വൈബ് വന്നിട്ട് പകുതിക്ക് നിർത്തി പോകുന്ന ആഗ്രഹമായിരുന്നു. ബിനുഷാനെ വിളിക്കണമെന്നും പറഞ്ഞു. അന്നേരം ആ ഒരു കാര്യം സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പറയണം ബിനുഷാന്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ അഞ്ചലിനടുത്ത് കരുകോൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഇന്ന് ടിജിയുടെയും വെഡ്ഡിങ് ആണ്. അപ്പോൾ ടിജോയുടെ വീട്ടിലാണ് ഞാൻ പോയത്. ടിജിയുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിന്. അപ്പോൾ ഈ വെഡ്ഡിങ് ഇവിടെയാണ്. ഇതൊരു മലങ്കര കാതലിക്സ് ആണ്. അപ്പം അവിടുന്ന് രാവിലെ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഞങ്ങളിത് ഇവിടോട്ട് വന്നിട്ട് നേരെ അവരുടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവരോടൊപ്പമാണ്. എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു. എന്നാ ഉണ്ട്, മനസ്സിലായോ? ആരാ നീ? എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? അമ്മ എന്തോ ഞാൻ ചെയ്തേ പറ. ടിജോച്ചൻ എന്തി? അയ്യോ, ഇന്നെന്താ ഇവിടെ പരിപാടി? ആറേ. ഓക്കെ, നീ എന്താ രാവിലെ കഴിച്ചേ? നീ അടിപൊളിയാട്ടോ, സൂപ്പറാ. നീ ഉടുപ്പൊന്നും ഇടണ്ട, ഇങ്ങനെ വന്നാ മതിയേ. മസിൽ കാണിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് അഞ്ചലിൻ്റെ അടുത്ത് ഈ കരുകോൺ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത്. നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതേ വീട് കണ്ട ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഹായ്, എന്നാ ഉണ്ട്? ഒരുങ്ങി നിൽക്കുകയാണോ? ആണോ? മുടി ചെയ്യില്ലേ? അമ്മയൊക്കെ എന്ത് ചെയ്യും? ഒരുങ്ങുന്നേ ഉള്ളോ? ഫുഡ് കഴിച്ചോ? പേരെന്താ പറയാൻ മറന്നുപോയി. അലോൻ. ആടാ നീ എടാ ഇങ്ങോട്ട് വന്നേ, ഒന്നുകൂടെ കാണട്ടെ നിന്നെ. നീ ഇങ്ങനെ ഒന്ന് മസിൽ കാണിച്ച്. എടാ കാണിക്കടാ. ഇല്ലടാ അത് കാര്യമൊന്നുമില്ല, നിന്നെ എല്ലാരും കാണണ്ടേ. നീ പേര് പറഞ്ഞില്ല. നിന്റെ ഏബലായോ? നിങ്ങൾ ബ്രദർ സിസ്റ്റർ ആണ്? കസിൻസ് ആണോ? ആണോ? പക്ഷെ നിങ്ങളുടെ ചിരി രണ്ടും ഒരുപോലെ ഇരിക്കുന്നില്ല. ഏതിലാ പഠിക്കണേ? 6th. നീ 3. ആ വാ. ഇതെന്താ ഇങ്ങനെ? ഇതാണോ? കൊള്ളാമല്ലോ അല്ലേ? ഞാനോട് ഈ വേഷത്തിലാ. നെറ്റിക്ക് എന്താ പറ്റി? ഇങ്ങോട്ട് വന്നേ. ഹായ്, ഹലോ. പക്ഷെ ഇവൻ സ്റ്റൈലായിട്ടോ. നീ ചിരിച്ചേ. പേര് പറഞ്ഞു. എയ്ഡൻ. ഇതാരാ? ചേച്ചി പറയും നീ ഇൻട്രോവേർട്ടാണ്. ആരാ പറഞ്ഞു? ഞാൻ പുലിക്കുട്ടിയല്ലേ. ഇതെന്തോടെ ചെയ്തിരിക്കുന്നത്? ഓൾഡ് അമ്മ ഒരുങ്ങട്ടെ. ഇത് ടിജോയുടെ വീട്ടിലെ പ്രയർ റൂമാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. പ്രയർ റൂം സെപ്പറേറ്റ് ആയിട്ടൊരു പ്രയർ റൂം ഉണ്ട് ഇവിടെ. ഇപ്പം സമയം 8:35 ടിജോ മേക്കപ്പിന് വേണ്ടി പോയിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല. അവിടെ മച്ചാനൊന്ന് പരിചയപ്പെടുത്തിക്കുന്നത്. ഹായ്, നമസ്കാരം. ടിജോയുടെ ചേട്ടൻ. ടിജോയുടെ ചേട്ടനാണ്. ഇന്നത്തെ ഇവന്റ് ഫുള്ളി ഇദ്ദേഹമാണ്. നമ്മളാണ് ഇന്നത്തെ ഇവന്റ്സ്. ഏബൽ വെഡിങ് ഇവന്റ്സ് അഞ്ചലല്ലേ? കൊല്ലൂര്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ ഇവരുടെ സംഭവമൊക്കെ ആഡ് ചെയ്ത് ഓട്ടോ റെഡിയായോ? ഓക്കെ. ഇവിടെ വ്ളോഗ് കാണുന്ന ആളാണ് കേട്ടോ. 3 ദിവസം മുന്നെയാണ് നിങ്ങളുടെ ഫോളോവർ ആയത്. ആണോ? ആരും പറയില്ലായിരുന്നു? അറിയായിരുന്നു, വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് നിങ്ങളാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓ മൈ ഗോഡ്. ചെക്കന്റെ സ്പോൺസർ ആണ് ഇതെല്ലാം. ആണോ? ഇങ്ങനെയുള്ള അനിയനെ കിട്ടുന്ന ഭാഗ്യമല്ലേ. 10-20,000 രൂപയുടെ കുർത്തയും ഇതൊക്കെ എടുത്ത് തന്നെ. ബ്രോ ഒക്കെ ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? പോയില്ല. ബ്രോയോ? ഞാൻ ബാംഗ്ലൂർ കല്യാണത്തിന് വേണ്ടി വന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അഞ്ചലില് കരുകോണി വന്ന് ടിജോയുടെ വെഡിങ്ങിന്റെ ഫോട്ടോസ് എടുക്കാൻ പോണേ. ഇപ്പൊ തുടങ്ങിയാലോ?
ഏണ്ട് പൊളിച്ചില്ലേ? എങ്ങനെയുണ്ട്? വാ പിള്ളേരെ വാ, പിള്ളേരല്ലോ ആരൊക്കെ കൊടുത്തി പിള്ളേരെ? വാ എല്ലാരും വാ. ഇതാരാന്ന് ചോദിച്ചപ്പോ ഒരു ആക്ഷൻ കാണിച്ചു ഇങ്ങനെ. പേരില്ല. അലീന, അലോന, അലീന, അനീറ്റ. വാവ്. നിന്റെ പേരെന്താടി? ഇവാ. നിന്റെ കണ്ണിന് കൊടുത്ത് പറ്റി പല്ലെന്തി? ആ നമ്മൾ പരിചയപ്പെട്ടില്ല. പേരെന്താ? ഈ കുട്ടിയുടെ പേരെന്താ? ഹായ് ബ്രോ. പേര് അതെ, എന്റെ പേര് അമിതാണ്. ബാംഗ്ലൂർ അടക്കി ഭരിക്കുന്ന ഒരാളാണ്. ബാംഗ്ലൂർ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ. DK ശിവകുമാർ കഴിഞ്ഞ പിന്നെ മച്ചാനാണ്. അതെ, കുവൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള ചെക്കൻ്റെ ഒരു ചേട്ടനാണ്. യെസ്, ഇത് ആൻസി, നമ്മുടെ ഇവന്റ് ചെയ്യുന്ന ആളിന്റെ വൈഫാണ്. ഏബൽ ഇവന്റ്സിന്റെ ഏബലിന്റെ കോടികൾ വരുന്ന സ്വത്തിന്റെ ഒരേ ഒരു ഉടമ. പറഞ്ഞിട്ടില്ല, ഇനി പറഞ്ഞു. ഗൈസ്, ഈ വീഡിയോ കാണുമ്പോൾ ആരും തെറ്റും. ഇനി ഒരു താരം വരാനുണ്ട്. വന്നിട്ടില്ല. വളരെ സമീപകാലത്ത് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയ ബ്രോ ആണ്. വീഡിയോ കണ്ടിട്ട് വീഡിയോസ് എല്ലാം വളരെ വളരെ സൂപ്പറാണ്. ലോസം വീഡിയോസ് ആണ്. എന്റെ പേര് ആൻസി, ഞാൻ അനീഷിന്റെ സിസ്റ്ററാണ്. ഇത് നമ്മുടെ ടിജോയുടെ പപ്പയാണ്. പപ്പയുടെ പേരെന്തുവാ? മാത്യു. ജോലി എന്തോ ആയിരുന്നു? ജോലി ഗൾഫിലായിരുന്നു. 4 വർഷം. ഏത് സ്ഥലത്തായിരുന്നു? സൗദിയില്. ഓക്കെ, എന്നാലും എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ടിജോ ഒരാളല്ലേ ഉള്ളൂ? ആ, ടിജോയെ കുറിച്ചുള്ള ഏറ്റവും നല്ല മെമ്മറി ഒക്കെ എന്താ ഓർമ്മയില്? കുഴപ്പമില്ല. ടിജോയോ? അവൻ ഭയങ്കര സൈലന്റ് അല്ലേ ഇപ്പൊ? ഞാൻ അവനെ മെതിക്ക് കണക്ക് വേറെ ആരും മെതിക്ക് കാണത്തില്ല. ലോകം അറിയും രീതി അങ്ങനെ. പക്ഷെ ആ രീതി ഒന്നും ഇപ്പൊ ഇല്ല. എനിക്ക് ഇച്ചിരി വാശിയുണ്ട് ഇപ്പോഴും. ഇച്ചിരി വാശിയൊക്കെ ഇനി കല്യാണം കഴിച്ചേ പെങ്കൊച്ചു കൂടെ വരുമ്പോ മാറിക്കോളും. പെൺകുട്ടി വരുമ്പോഴത്തേന് ആ വാശിയും ഇതൊക്കെ അങ്ങ് മാറും. അതെ, ജീവിച്ചു തുടങ്ങുമ്പോ ഇതൊക്കെ മാറിക്കോളും. ജീവിതത്തിന്റെ ഒരു എനിക്ക് പറയാനുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ. ഞാനും അങ്ങനെ ആയിരുന്നു. ഒതുങ്ങിപ്പോയി. കുടിച്ചിട്ട് കമ്പിയിൽ ഇടിച്ചിട്ട് കാണുന്നത് ഒറ്റ ഭാഗ്യത്തിനൊന്നുമല്ല. അപ്പൊ ഞാൻ ഷെയ്ക്കാൻ വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ എന്റെ ഒരു ബിനു, എന്റെ വീട് തിരുവല്ല. അപ്പൊ ഞാനാണ് ഇവരുടെ കല്യാണത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്ന വെച്ചാൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തില ഓരോ ഫാമിലിയൊക്കെ പരിചയപ്പെട്ട് അടുത്ത വർക്കുകൾ കിട്ടത്തുള്ളൂ. സംസാരിക്കാവുന്ന മൂളയായിട്ട് അതിൽ വർക്ക് വരും. അതെ. അപ്പൊ കൂടെ എന്റെ കൂടെ പിള്ളേരെല്ലാം ഉണ്ട്. അവിടെ നിന്ന് ഒരു ടീം വരും, നമ്മുടെ ടീം തന്നെ. ഇതാണ് ഇവരുടെ വെഡ്ഡിങ് കാർഡ്. കണ്ട, ഇതുപോലെ എത്ര പേരുടെ കാർഡുകളൊക്കെ ഇപ്പോഴും കാണും. ടിജോയ്ക്ക് കിട്ടിയ പ്രൈസുകളൊക്കെ മുഴുവൻ. ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അതൊന്ന് പറയാമോ? ഇവരൊക്കെ ഇപ്പോഴുണ്ടോ? ഇല്ല, ഒരു വട്ടമുഖം ഉള്ളത് അമ്മച്ചി. അമ്മച്ചി അപ്പച്ചനെ മനസ്സിലായി. നീണ്ട മുഖം ഉണ്ടല്ലോ, അത് അമ്മായിപ്പൻ. മനസ്സിലായി. ഫോട്ടോ ഞാൻ ഇല്ല, എങ്കിലും എന്റെ മനസ്സിന്റെ വെച്ച് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആയിരുന്നു. അമ്മായിമ്മയാകാൻ പോവാം. എന്തൊക്കെയാണ് മനസ്സുകൊണ്ടുള്ള തയ്യാറെടുപ്പ്? എല്ലാം കറക്റ്റ് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുക. എല്ലാം പ്ലാൻഡാ, കുഴപ്പമില്ല. ഞാൻ കുടുംബത്തിൽ ഞാനായിരുന്നു. അപ്പൊ ഏകദേശം എല്ലാം ട്രെയിനിങ് കിട്ടിയതാ. എല്ലാവരും നോക്കി വന്നതാ. ആളിനെ കുറിച്ച് പറഞ്ഞേ. ഇടയ്ക്കിടയ്ക്ക് വരും. ഷൗട്ടിങ് ഒക്കെ ഇടയ്ക്ക് മാറും. ഇനി അങ്ങ് മാറും. ഇല്ലെങ്കിൽ പിന്നെ അമ്മച്ചി വേണ്ടേ? കല്യാണം കഴിയുമ്പോൾ അപ്പനും അമ്മയും വിട്ട് ഭാര്യയോട് ചേരുമോ? അതങ്ങനെ ആയിക്കണോ? അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സന്തോഷം കിട്ടത്തില്ലല്ലോ. കേട്ടല്ലോ, റെക്കോർഡ് ചെയ്താണ്. ഇതെന്റെ പപ്പയുടെ 3ാമത്തെ പെങ്ങള്. അവരുടെ മക്കളും കൊച്ചുമക്കളും മക്കളും എല്ലാരും ഉണ്ട്. ഇതിന്റെ പപ്പയുടെ ഏറ്റവും മൂത്ത പെങ്ങളാ, അവരുടെ കൊച്ചുമക്കളാ. ഇത് പരിചയപ്പെടുത്തിയില്ല. ഇതെന്റെ പപ്പയുടെ മൂത്ത ജ്യേഷ്ഠന്റെ മക്കളും കൊച്ചുമക്കളും. ഇതിന്റെ പപ്പയുടെ ചേട്ടൻ, ഭാര്യ, മക്കള്, റെഡി. ഇതിന്റെ മമ്മിയുടെ ചേച്ചി, ഹസ്ബൻഡ്, മോള്, കൊച്ചുമക്കള്.
ഇതെന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനും വൈഫും പിള്ളേരും. എല്ലാരും പുള്ളിക്ക് അറിയാമോ ഒരു ടെസ്റ്റ് ചെയ്യുക. ഇത് അമ്മച്ചിയുടെ മൂത്ത ആങ്ങളയുടെ കൺഫ്യൂഷൻ ആയി തുടങ്ങി. എവിടെ നിന്നാ സന്തോഷം. അതെ അതെ, എവിടാ സാറിന് നിക്കണ്ടേ? ഇതെന്റെ അമ്മച്ചിയുടെ ആങ്ങള, വല്യമ്മച്ചിയുടെ ആങ്ങള. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ, ഭാര്യ, മോള്, കൊച്ചുമോള്. നിങ്ങളുടെ അനിയനെ കുറിച്ച് പറയൂ. സത്യം പറഞ്ഞാൽ എന്റെ ചങ്ക് ആക്ച്വലി ഇത് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ മിസ് ചെയ്യും. ആക്ച്വലി എനിക്കറിയാം, സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടെ പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ തന്നെ പോകും. പക്ഷെ എനിക്ക് ഇവനൊരു പ്രതീക്ഷ ഉണ്ട്, നമ്മളെ വിട്ടു പോകത്തില്ല. നമ്മുടെ ഏറ്റവും ചങ്കുള്ള അവള് കേക്കണ്ട, ടിജി കേക്കണ്ട. ഇതും റീസെന്റ് കല്യാണം കഴിച്ച് നമ്മുടെ ഒരു ബ്രോ ആണ്. അവനും പോയി, നമ്മുടെ മൈൻഡ് ചെയ്യത്തില്ല. അതെ അതെ, പക്ഷെ ടിജോ തെറ്റിച്ചാലും ടിജി തെറ്റിക്കത്തില്ല, ടിജി അടുപ്പിക്കത്തില്ല, വിടത്തില്ല. ഇത്രേ ഉള്ളൂ, ഈ പ്രാർത്ഥന ഉള്ളൂ, ഈ ചിരി കാണണം കല്യാണം കഴിഞ്ഞത്. അത്രേ ഉള്ളൂ നമ്മുടെ അനുഭവം കൊണ്ട്. ബ്രോയുടെ കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി? 8 വർഷമായി. ഒരു മാസം. 8 വർഷം 1 മാസം തമ്മിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഞാൻ ഒത്തിരി പഠിച്ചു, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയാം. ആളെന്തായാലും ഇപ്പം കേൾക്കുന്നില്ല, വീഡിയോ വരുമ്പോ കേട്ടോ. അഭിനയിക്കും 1 വർഷം കഴിഞ്ഞു. അച്ഛാ നമസ്കാരം. രണ്ടുപേരും ഒരേ ബെഞ്ച് പഠിച്ച ആളാണ്. ഒരു മാറ്റമില്ല അല്ലേ അച്ഛാ? അച്ഛൻ മാറി, അച്ഛനൊക്കെ ആയി. അച്ഛാ അച്ഛനായി, പുള്ളി അച്ഛനായിട്ടുണ്ട്. പ്രസംഗ മധ്യം പറയാനാണോ, നശിപ്പിക്കാനോ? അപ്പൊ നല്ലതൊന്നും അച്ഛൻ പറയത്തില്ലെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആളച്ഛനായി, അച്ഛനും അച്ഛനായി, ഞാനും അച്ഛനായി. എങ്ങനെയൊക്കെയോ പപ്പയുടെ ഏറ്റവും അവനറിയാമോ നോക്കാൻ വേണ്ടിയായിരുന്നു. ഏറ്റവും ഇളയതെന്ന് എടുത്തു പറയാൻ പറഞ്ഞായിരുന്നേ. അതുപോലെ ചിരിച്ചേ, സുന്ദരി എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു. ഒന്ന് ചിരിച്ചേ. ഓക്കെ, റെഡി. ഇവിടെ 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 സുനിൽ മാപ്പിളശ്ശേരി വലിയ പുള്ളിയാണ്. ഇവര് പറഞ്ഞ പോലെ സത്യമുണ്ടോ? ടാപ്പ് തുറന്നാ 10. ഈ കരുവൻ അഞ്ചൽ പ്രദേശത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ഇലക്ട്രീഷ്യൻ ആണ്. നമ്മുടെ കുടുംബത്തെ 4 മാവിമാർ എല്ലാം ഒന്നിനൊന്ന് കിട്ടില്ല. ഏറ്റവും മൂത്ത മാവി ഇത്, രണ്ടാമത്തത് ഇവിടെ, മൂന്നാമത്തത് ഇളയൊരു മാവി ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. രണ്ടുപേരും ബ്യൂട്ടീഷ്യൻ ബ്രോ, ഇതിൽ ഏറ്റവും കൂടുതൽ ആരാ മേക്കപ്പ് ഇട്ടെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇവർ രണ്ടുപേരും മത്സരം. പക്ഷെ അവിടെ നിൽക്കുന്ന എൽസി മാമ, ഡോക്ടർ സമിത്ത്, ഡോക്ടർ നമിത, ഡോക്ടർ കപ്പിൾസ് ആണ്. പുള്ളിയല്ലേ നന്നായിട്ട് അഭിനയിക്കും പറയാം ജീവിതത്തിൽ. നല്ല അഭിനയമാണ്. അത് 1 വർഷം കഴിഞ്ഞിട്ട് അഭിനയിക്കും. ഈ കുടുംബത്തിലെ 2 ഡോക്ടർ ആശാന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ. അതെ, ടൈമുണ്ട്. നമ്മുടെ പെങ്കൊച്ചിന്റെ ഒപ്പം റെഡി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അമ്മ വളർത്തപ്പൻ ഇത്രയും നാളും പള്ളി വന്നപോലാണ് ഇന്ന് വരുന്നത്. എന്തിന്? ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. അവര് കൊണ്ട് കയറ്റി കെട്ടിച്ച് വിട്ടോളൂ. അപ്പുറത്തൊരാളെ കണ്ടോ? അങ്ങോട്ട് ഒരാളെ കണ്ടോ? പുള്ളി കൂളായിട്ട് അടിച്ചു വിളിക്കല്ലോ. എന്നാണ്ട് ഞങ്ങൾ ഇവിടെ രാവിലെ ഒരു 8:30 ആയപ്പോ കർത്തൻ കയ്യാൽ ഇറങ്ങി മണ
അണിയിക്കും മകുടം രമ്യം നിത്യവും അളിയന്മാരെ പോകട്ടെ. അളിയാ ഫുൾ പവർ. അപ്പൊ താങ്ക് യു. എന്തുവാ ഗൈസ്, ഇതുവരെ നമ്മുടെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല ചെക്കന്മാര് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകുന്നുള്ളത് ഒന്ന് കാണുക. യെസ്, അടച്ചു, പെട്ടി അടച്ചു ഗൈസ്. ഓക്കെ ബൈ. എങ്ങനെയുണ്ടായിരുന്നു? ആണോ? എല്ലാം കിട്ടി, സെറ്റ്, അടിപൊളി. ഓക്കെ ബ്രോ, താങ്ക് യു. ഇനി എന്നാ തിരിച്ചു വന്നേ മച്ചാനെ? അവൻ കാണാം. താങ്ക് യു. അടിപൊളിയാണ് നിങ്ങളുടെ ഓർഗനൈസിങ്, ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു. നിങ്ങളുടെ കല്യാണത്തിന് എടുക്കാൻ പറ്റും ഞങ്ങൾ തിരുവല്ലേ. താങ്ക്സ്. അപ്പൊ ഞങ്ങള് പോവാ. ബൈ. താങ്ക് യു. നിങ്ങളുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞ സന്തോഷം. നിങ്ങളുടെ ഡാൻസ് ആണോ? എന്നോ ഡാൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് കല്യാണം എടുത്തോണ്ട് കേട്ടോ. ശരിക്കും നല്ല ഫുൾ വൈബ് വന്നിട്ട് പകുതിക്ക് നിർത്തി പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പം ബൈ ബൈ ബൈ. എല്ലാം അടിപൊളി. ബൈഡാ. ആ എന്നുണ്ട് എന്നെ മാറി അങ്ങ് നിന്ന്. ബൈ. അപ്പം നിങ്ങളെ പരിചയപ്പെട്ട സന്തോഷം. അപ്പം വീഡിയോയ്ക്ക് അതിലൊക്കെ ഇട്ടേക്കാം. വീഡിയോ വരുമ്പോൾ കണ്ടോണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ബ്രോ. ബൈ. ആഗ്രഹമായിരുന്നു ബിനുഷാനെ വിളിക്കണമെന്നും പറഞ്ഞു. അന്നേരം ആ ഒരു കാര്യം സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു.
അവരുടെ ആഗ്രഹം പോലെ തന്നെ അടിപൊളിയായിട്ട് കൊടുക്കും. അടിപൊളിയായിട്ട് നടന്ന എല്ലാ കാര്യവും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണമെന്ന് പറയണം. അവനിപ്പോ കുഞ്ഞാൻ്റെ കൂടെ പോണോന്ന് അതാ കൊച്ചൻ്റെ അമ്മ പറയും. ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇവർ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ. 2014 എന്നെ എൻക്വയറി ചെയ്തിട്ട് പോയതാ. ഞങ്ങൾക്ക് ഡേറ്റ് തന്നില്ല. നമുക്ക് ഡേറ്റ് കിട്ടിയില്ല. അതാണ് ഞങ്ങൾ വീണ്ടും കണ്ടുപിടിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക.